ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു. ഞാൻ ഇന്നൊരു കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ദേ പോയി ഇതാ വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. കാരണം ഒരു ചെറിയൊരു വീഡിയോ ആണ്. കപ്പയൊക്കെ വേഗം നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് കപ്പ എടുത്തു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് അരിഞ്ഞതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങളിൽ മിക്ക ആൾക്കാർക്കും കപ്പ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അറിഞ്ഞൂടാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കും. മുമ്പൊരു കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതിപ്പോൾ വേറൊരു മെത്തേഡാണ്. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മതി. നമുക്ക് അരപ്പൊന്നും അരച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്കിതിന് വരുന്നില്ല. കപ്പ നന്നായി വെന്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ട നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല മീനിൻ്റെ കറിയൊക്കെ കൂടി ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ചേർക്കാറുണ്ട്. ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതേ കണ്ടോ, നല്ല അടിപൊളി കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.